ഈ മെയ്ഡേ കോൾ വരുമ്പോൾ സാധാരണ ഈ എമർജൻസി ലാൻഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സ്ഥിരമായി വാർത്തകളിൽ വരുന്നതാണ്. ഈ എമർജൻസി ലാൻഡിംഗ് ചെയ്യുന്ന എല്ലാ വിമാനങ്ങളും ഈ മെയ്ഡേ കോള് വിളിക്കാറുണ്ടോ? അതോ ഏതെങ്കിലും ഒരു വിമാനം വളരെ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണോ ഇത്? ഉദാഹരണത്തിന് പക്ഷി ഇടിച്ചതിനെ തുടർന്നൊരു വിമാനം ഒരുപക്ഷെ എമർജൻസി ലാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു ഈ ഖത്തറിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ വ്യോമപാത അടച്ചതിനെ തുടർന്ന് ചില വിമാനങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ അത്തരം വിമാനങ്ങളൊക്കെ ഈ മെയ്ഡേ കോൾ വിളിക്കാറുണ്ടോ? പിന്നെ എന്താണ് ഈ മെയ്ഡേ കോൾ വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം യോഗ്യത എന്താണ്? അതിൻ്റെ ഒരു മിനിമം യോഗ്യത എന്താണ്? അത് വളരെ രസകരമായൊരു ചോദ്യമാണ്. കാരണം ഇതിപ്പോൾ ഈ മേഡേ എന്ന് പറയുന്നതൊരു ക്ലീഷേ പോലെ ആയിട്ടുണ്ട്. മേഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന സിറ്റുവേഷനെ കൂടെ ആലോചിക്കണം. നമ്മളിപ്പോൾ ഇരുന്ന് പറയുമ്പോൾ ഉള്ള മേഡേയുടെ ഒരു ഇൻറ്റൻസിറ്റി അല്ല ഒരു പൈലറ്റ് മേഡേ എന്ന് പറയും. അയാൾ ഹീസ് ഇൻ ഡിസ്ട്രസ് ആൻഡ് അലോങ് വിത്ത് ഹിം ദ ഹോൾ എയർക്രാഫ്റ്റ് ഈസ് ഗോയിങ് ടു ക്രാഷ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അയാൾ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളിങ്ങനെ ലാഘവ ബുദ്ധിയോടുകൂടി പറഞ്ഞ് അതിൻ്റെ ഒരു തീവ്രത നശിപ്പിക്കാനുള്ള കാര്യമില്ല. അപ്പോൾ ആകാശത്തിൽ ഒരു മേഡേ എന്ന് ഒരു വിമാനത്തിലെ പൈലറ്റ് പറയുമ്പോൾ അയാളുടെ ചുറ്റും ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. ആകാശത്തിലാണെങ്കിലും അവിടെയും ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. അവിടെ ഒരു 10-20 പൈലറ്റുമാരും അത്രയും നമ്പർ ഓഫ് എയർക്രാഫ്റ്റും ഏത് ഭാഗത്തായാലും ഉണ്ടാവും. അവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും സൈലൻ്റ് ആവും. അവരെല്ലാം നോക്കും എന്താ സംഭവിക്കുന്നത്, അയാൾക്ക് എന്ത് പറ്റി, അതിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ഒരുപാട് മാനങ്ങളുള്ള ഒരു ടേമാണ് മേഡേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മേഡേ പറഞ്ഞു, ആ മേഡയെ ഡിസെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ സിറ്റുവേഷനെയാണ് നമ്മൾ ഡിസെക്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ ആർക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ വൺ ഓഫ് ദി പാർട്ടി ഈസ് എയർ ട്രാഫിക് കൺട്രോളർ. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളറാണ് പറയണതെങ്കിലും അത് എയർ ട്രാഫിക് കൺട്രോളർ മാത്രം ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയണത്. ചുറ്റും നിൽക്കുന്ന പൈലറ്റുമാരെല്ലാം സൈലൻ്റ് ആവും. അവർ പറഞ്ഞത് അവിടെ വെച്ച് അവസാനിപ്പിക്കും. അവരുടെ ആവശ്യങ്ങൾ അവർ മാറ്റി വയ്ക്കും. ഇതിലെന്തെങ്കിലും അങ്ങനെ ഒരു വളരെ ഡെപ്തുള്ള ഒരു ചെയിൻ ഓഫ് ആക്ഷൻസിൻ്റെ ഒരു തുടക്കമാണത്. അത് പക്ഷേ അതിൻ്റെ പോക്ക് ഡിസ്ട്രസ്സിലേക്കായതുകൊണ്ട് അതിനൊരു സാഡ് ഒരു എൻവയോൺമെൻറ്റും കൂടെ ഉള്ള ഒരു ടേമാണ് മേഡേ എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.